രാഹുൽ മാങ്കൂട്ടത്തിനായുള്ള അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. രാഹുലിനെതിരായ വിവരങ്ങൾ ശേഖരിക്കുവാൻ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുമെന്ന വിവരവും കൂടി പുറത്തുവരികയാണ്. സച്ചിൻ വള്ളിക്കാട് കൂടി നമ്മളോടൊപ്പം ചേരുന്നു. സച്ചിൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടത് ചുവപ്പ് പോളോ കാറിലാണ് എന്നൊരു നിഗമനം ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ പുറത്തു വന്നിരുന്നു. പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഈ നിർണായകമായ വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഈ കാർ കേന്ദ്രീകരിച്ചാണോ നിലവിൽ ഇപ്പോൾ അന്വേഷണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായും, കാരണം ശക്തമായ അന്വേഷണം തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസമാണ് പാലക്കാടേക്ക് തിരുവനന്തപുരത്ത് നിന്നും SIT സംഘം എത്തിയിട്ടുള്ളത്. അവർ പാലക്കാട് ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ സിന്ദൂരി പറഞ്ഞതുപോലെ തന്നെ ചുവന്ന കാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അത് ഒരു സിനിമാ താരത്തിൻ്റെ കാറാണ് എന്ന ഒരു സൂചനയടക്കം ലഭിക്കുന്നുണ്ട്. എന്നാൽ പോലും അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, അതായത് കണ്ണാടിയിൽ പ്രചരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നത്. തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗിക വാഹനം മാറി മറ്റൊരു വാഹനത്തിലേക്ക് കയറി മുങ്ങുന്നത്. കയറി മുങ്ങിയ വാഹനമാണ് ഈ ചുവന്ന പോളോ കാറിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുങ്ങിയിരിക്കുന്നത്. അതിനാൽ തന്നെ കാർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ശക്തമായ രീതിയിൽ തന്നെ തുടരുകയാണ്. പ്രധാനമായും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നത്. ഇന്നലെ CCTV ദൃശ്യങ്ങളടക്കം ഫ്ലാറ്റിൽ നിന്നും ശേഖരിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു മാസത്തെ ദൃശ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ മുൻപുള്ള, അതായത് 2025 മെയ് മാസത്തിലാണ് യുവതിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചത്. അതിനാൽ തന്നെ അത്തരം രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയെ കൊണ്ടുവന്നതിൻ്റെ ദൃശ്യങ്ങളെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമവും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഫ്ലാറ്റിലെ കെയർടേക്കറെ അടക്കം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നടക്കും. കാരണം കെയർടേക്കറിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കാനുണ്ട്. പ്രധാനമായും ഈ CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് അന്വേഷണ സംഘം അന്വേഷിക്കുന്നത്. അതിനാൽ തന്നെ കെയർടേക്കറിൽ നിന്നും വിവരങ്ങൾ തേടാനുള്ള ഒരു തയ്യാറെടുപ്പും അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. അതിനിടയിലാണ് ഒരു സംഘം പാലക്കാട് നിന്നും ബാംഗ്ലൂരിലേക്ക് പോയിട്ടുണ്ട് എന്ന ഒരു നിർണായക വിവരവും ലഭിക്കുന്നത്. പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതികളെ കൊണ്ടുപോയി അവിടെ ഗർഭചിത്രമടക്കം ചെയ്യിപ്പിച്ചതിൻ്റെ പരാതികൾ മുൻപ് തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയാണ് ഒരു സംഘം ബാംഗ്ലൂരിലേക്ക് പോയിട്ടുള്ളതായും വിവരം ലഭിക്കുന്നത്. ഇത്തരത്തിൽ പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പാലക്കാടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുലിനായുള്ള തിരച്ചിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സംസ്ഥാനത്തിന് പുറത്തും പുരോഗമിക്കുന്നുണ്ട്. അതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് രാഹുലിനെ പിടികൂടുക എന്നത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ദൗത്യം. സിന്ദൂരി. ശരി സച്ചിൻ, രാഹുൽ മാങ്കൂട്ടത്തിനുമായി വേണ്ടിയിട്ടുള്ള അന്വേഷണം അതിവേഗം ഊർജിതമായി കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഇപ്പോൾ അന്വേഷണ സംഘം ബംഗളൂരുവിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു. സച്ചിൻ വള്ളിക്കാടാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.